ഹലോ ഗേയ്സ്, അപ്പം ഞാനിന്ന് വിചാരിച്ച് നമ്മുടെ ബ്രൂണോയും ബെല്ലയും രാവിലെ കഴിക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിടാന്ന് കേട്ടോ. ഞാൻ രാവിലെ കിച്ചണിൽ കയറിയ ബെല്ല എൻ്റെ കൂടെ വരും കേട്ടോ. എന്നിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുന്നത് വരെ അവളെ തന്നെ നക്കി തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ അവർക്കും ഉണ്ട് കേട്ടോ പ്രഭാത കൃത്യങ്ങളൊക്കെ. ഞാനപ്പോൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ആദ്യത്തെ പങ്ക് അത് അവൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവളുടെ പങ്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ബെല്ലയ്ക്ക് അത്യാവശ്യം പ്രായമുണ്ടെന്ന്. കാരണം അവൾ കുറച്ചായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്. നമ്മുടെ ആര് പറഞ്ഞിട്ടാണ് കേട്ടോ ബെല്ലനെ കൊണ്ടുവന്നിട്ടുള്ളത്. ആരുഷിന് വേണ്ടിയിട്ടും ബ്രൂണോനെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബെല്ല ഏകദേശം കഴിച്ച് കഴിയാറായി. ഇപ്പം നമ്മുടെ ബ്രൂണോയ്ക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പോവുകയാണേ. അങ്ങനെ ബ്രൂണോയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് പപ്പി ഫുഡാണ് കേട്ടോ. അത് അവൻ്റെ പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കും കേട്ടോ. ഏകദേശം അവനിപ്പോൾ ഒരു 2-2.5 മാസമായി കാണും കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്തു, ചോറ് വെക്കാനുള്ള വിറകെടുക്കാൻ വേണ്ടി വാർപ്പിൻ്റെ മുകളിലേക്ക് പോയിട്ടോ. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. വിറകിൻ്റെ മുകളിൽ ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ വിറക് കട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ദാർപ്പായ വെച്ചിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 പേര് കിടക്കുന്നു കേട്ടോ. എന്തായാലും ഞാൻ അവരെ ശല്യം ചെയ്യാൻ പോയില്ല. കാരണം നമ്മൾ മാത്രമല്ലല്ലോ ഈ ഭൂമിയിലെ അവകാശികൾ. അവരിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വാർപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ പുറം കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ ഒരുവൻ എണീറ്റിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം. അവിടെ ഒരു തോടുണ്ട് കേട്ടോ. അവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിറയെ പച്ചപ്പുമുണ്ട്, ജലാശയമുണ്ട്. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. ഇത് പിന്നെ നമ്മുടെ ഓരോ വീടിൻ്റെ ഓരോ സൈഡാണ്. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ട് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്ത് റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഏകദേശം കഴിയാറായിക്കണം. മെറ്റലൊക്കെ ഇട്ട് ഇനി കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. ഒരു വല്ലാത്ത അനുഭവമല്ലേ. രാവിലത്തെ ഒരു ഒരു നല്ലൊരു ഫീൽ തന്നെയാണല്ലേ. നമ്മളെ ഉന്മേഷവാനാക്കണമെങ്കിൽ രാവിലെ എണീറ്റിട്ട് നമ്മൾ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം കേട്ടോ. അങ്ങനെ ആ സൈഡിലായിട്ടൊരു ചെറിയ തോട്, നീളൻ തോടുണ്ട് കേട്ടോ. അത് കാണാനും ഭയങ്കര രസമാണ്. അപ്പോൾ വീഡിയോയിൽ അത് വ്യക്തമല്ല. അപ്പോൾ നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ ഞാനും ഏട്ടനും കൂടി ഒരുപാട് പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇലച്ചെടികളായും പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളൊരു സമയത്ത് അങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ മേടിച്ച് വെക്കുന്നതാണ്. അങ്ങനെ മഴ കൊണ്ടിട്ട് അവരൊക്കെ ആകെ തളിരണിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മെല്ലെ കുടഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ വിചാരിക്കും ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പൂച്ചെടി, ഇലച്ചെടി വർഗ്ഗത്തിൽപ്പെട്ടത്. ഇനിയും വെക്കണമെന്നുണ്ട്. അപ്പോൾ താഴെ വയ്ക്കാത്ത, താഴെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അവരൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിറക് ലേശം ഓലക്കൂടി എടുത്ത് താഴത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂച്ചകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഓലക്കൂടിയൊക്കെ നീക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വൃത്തിയാക്കി വെക്കുക കേട്ടോ. കാരണം ഇത് പിന്നീട് മഴ കൊണ്ട് പിന്നെ നനയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മളെ പപ്പിയുടെ ഫുഡായിട്ടുണ്ട്. നമ്മൾ പപ്പിക്ക് കൊടുക്കാൻ പോവാണ്. പണ്ടിലൊക്കെ പപ്പി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പപ്പിക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് അവനോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കൈയൊന്ന് തരാൻ പറയും കേട്ടോ. അപ്പോൾ അവൻ തരും ചെയ്യും. എന്നിട്ട് ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശേഷം നമ്മൾ അവൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് അവൻ പിന്നെ നടന്നോളൂ കേട്ടോ. ഞാനൊരു ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുപയർ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപയർ ആ കറി ഒഴിച്ചിട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബൈ.